മുല്ലപ്പെരിയാർ ഡാം തകർന്നു വന്നാൽ ഏത് മലയൊക്കെ അപ്രത്യക്ഷമാവും, എവിടേക്കൊക്കെ പോകും എന്ന് ആർക്ക് പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റത്തില്ല. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി മുകളിൽ വെയിറ്റ് കൊടുത്തപ്പോൾ ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞ് വളഞ്ഞ് ഇതുപോലെയായി. ഇതെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം സീസ്മിക് സോണിലാണ്, ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ തന്നെ ഒരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുണ്ട്. എന്നോട് വേണമെങ്കിൽ ഈ ഡാം പൊട്ടി ഒഴുകാം. അപ്പോൾ ഇത് മീനച്ചിലാറ്റിൽ വരാം, പമ്പയിൽ വരാം, അഴുതയിൽ വരാം, പിന്നെ ഒരു ചെറിയ റിവറുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു, പെരിയാറിൽ വരാം, അല്ലെങ്കിൽ പുതിയ നദി ഉണ്ടാകാം. ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ ആദ്യമായിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ തുറന്നവനും വിറച്ചു, കണ്ടു നിന്നവനും പേടിച്ചു. പമ്പ എന്ന് വെച്ചാൽ തമിഴരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമിയുടെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടതാണ് പമ്പ. ആ വെള്ളം കിട്ടാന്ന് വെച്ചാൽ അതല്ലേ അവർക്ക് ഏറ്റവും നല്ലത്. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട്, അതിനൊക്കെ ഞാൻ മറുപടി പറയാൻ പോകണം. നമ്മൾ പ്രകൃതിയെ ദ്രോഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പ്രകൃതി മുണ്ടക്കൈ തന്നത്. മുല്ലപ്പെരിയാർ ഡാം എന്ന് വെച്ചാൽ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് രാഷ്ട്രീയക്കാർക്ക്. അതുകൊണ്ട് അവർ ചെയ്യോ? ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം ഇത് തകരാൻ പോകുന്നില്ല. ഇത് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള ജനതയുടെ സുരക്ഷയ്ക്കായിട്ട് പോരാടുന്ന അഡ്വക്കേറ്റ് പ്രസൽ ജോയിയാണ്. സർ നമസ്കാരം. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രധാന വിഷയം മുല്ലപ്പെരിയാറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചിത്ര പറഞ്ഞത് ശരിയാണ്, പ്രധാന വിഷയം. ഇന്ന് മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം ഇത്രത്തോളം പ്രാധാന്യമില്ല. ഈ നാടിൻ്റെ ഭരണ സംവിധാനം കൊണ്ടു നടക്കുന്നതിലും ഇത്രയും പ്രാധാന്യമില്ല. ഇവിടെ പ്രാധാന്യമുള്ള ജീവൽ പ്രശ്നം ഇത് തന്നെയാണെന്ന് ചിത്ര പറഞ്ഞതിൽ ചിത്രയെ ഞാൻ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇത് 60 വർഷമായിട്ടുള്ള ഒരു വിഷയം. ഇത് 60 വർഷത്തിന് മുമ്പാണ് ഇത് വീക്കാണ്, ഇത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ വേണമെന്ന് പറഞ്ഞത്. സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. 60 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ശരിക്കും. കാരണം ഇന്ന് നമ്മൾ പ്രകൃതിയെ ദ്രോഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പ്രകൃതി മുണ്ടക്കൈ തന്നത്, ഒരു ചെറിയ ഒരു സാമ്പിൾ ശിക്ഷയായിട്ട്. അപ്പം അതിലും വലുതാണ് വരാനിരിക്കുന്നതെന്നാണ് പറയുന്നത്. വരില്ലല്ലോ, ഞാനിതിൻ്റെ മുമ്പിൽ നിൽക്കാല്ലേ. ഞാനിതിൻ്റെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം ഇത് തകരാൻ പോകുന്നില്ല. ഇത് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. എങ്ങനെയാണ് ഒരു പരിഹാരം കാണലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർ? അത് ഇപ്പോൾ എന്തും എത്ര നാൾ നിൽക്കും? ഇപ്പോൾ ഈ ക്യാമറ എത്ര നാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന ശാസ്ത്രശാഖയാണ് റിലയബിലിറ്റി സയൻസ്. അത് ഇന്ത്യയിൽ ആർക്കും അറിഞ്ഞൂടെ അങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവിടെ ഒരു പാലം കാണുന്നുണ്ട്, അതെത്ര നാൾ നിൽക്കും എന്ന് പറയാൻ അധികാരപ്പെട്ടവർ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ ഒരു വാഹനം, അത് വാർപ്ലെയിൻ അടക്കം നമ്മുടെ എയർഫോഴ്സിലും നേവിയിലും ആർമിയിലും ഒക്കെ ഉള്ള സകല ഉപകരണങ്ങൾ ഹൗ ലോങ് ഇറ്റ് ഈസ് റിലയബിൾ എന്ന് പറയുന്ന ശാസ്ത്രശാഖയാണ് റിലയബിലിറ്റി സയൻസ്. ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമൻറ്റ് സ്ട്രക്ചർ, അതിനെ എത്ര നാൾ നമുക്ക് ആശ്രയിക്കാം എന്ന് പറയുന്നതും അവരാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ചുരുക്കം എന്തും ഇപ്പം മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ഇപ്പം ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ ഉണ്ട്. ആ ആർട്ടിഫിഷ്യൽ ഹാർട്ട്, പേസ് മേക്കർ, പിന്നെ ഇന്നർ ഓർഗൻസൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. അത് എത്ര നാൾ ആ വ്യക്തിക്ക് റിലൈ ചെയ്യാൻ പറ്റും എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ പഠിച്ച് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് കൊടുത്ത പല ഏജൻസികളുടെയും റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. മറിച്ച് സുപ്രീം കോടതി തന്നെ നിയമിച്ച കേരളവും തമിഴ്നാടും കൂടി ഉണ്ടാക്കിയെടുത്ത എംബോർഡ് കമ്മിറ്റി, അതിൻ്റെ അടിയിൽ സൂപ്പർവൈസറി കമ്മിറ്റി, അതിൻ്റെ അടിയിൽ സബ് കമ്മിറ്റികൾ, ഇവരാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടാണ് സുപ്രീം കോടതിയെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അപ്പക്സ് കോടതിയെ, സുപ്രീം കോടതിയെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രസൻറ്റ് സിനോറിയോ എന്താണെന്ന് ഇതുവരെയും കോടതിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ ഉള്ളത് ഈ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ഈസ് സേഫ്, തീർന്നു. കോടതിയെ ഇത്രമാത്രം മിസ്ഗൈഡ് ചെയ്ത്, അതായത് 130 വർഷം പഴക്കമുള്ള ഒരു ഡാമിനെ നമ്മുടെ തലയ്ക്ക് മേലെ നിർത്തിയിട്ട് കോടതിയെ ഇത്രമാത്രം മിസ്ഗൈഡ് ചെയ്ത ഒരു ചരിത്രം വേറെ ഒന്നിനുമില്ല.
ഇപ്പോൾ നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗിക്കുമോ? അതെങ്കിലും പറയാലോ സുപ്രീം കോടതിയിൽ. ഡാം കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ പറഞ്ഞത് 50 വർഷമാണ്, 50 years. പക്ഷെ അത് കഴിഞ്ഞിട്ടും പോയി, ഒരു 50 years above ആയി, 80 വർഷവും കൂടിയായി. അതെ അതെ. ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 80 വയസ്സായി, 80 വർഷവും കൂടിയായി. അതൊന്നും സുപ്രീം കോടതി പറയാമായിരുന്നു. ഇതിനകത്ത് കുറെ വിദഗ്ധരായിട്ടുള്ള ആളുകളും പറയുന്നുണ്ട് ഈ ഡാം പൊട്ടില്ല, കാരണം ഗ്രാവിറ്റി ഡാമാണ്, അതുകൊണ്ട് ഇത് പൊട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സുർക്കി ചേർക്കുന്നത് തന്നെ അതിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് ചോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ആരാ പറഞ്ഞേ? അത് ഞാനിങ്ങനെ വീഡിയോസിൽ കണ്ടതാണ്. ഒരു ആളുടെ പേര് എനിക്കറിയില്ല, പക്ഷെ ആളെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഇതാണ് ചിത്രയുടെ പ്രശ്നം തന്നെയാണ് ഈ ജനങ്ങൾക്കും ഉള്ളത്. ഏതെങ്കിലും ഒരാൾ വന്ന് പറയുമ്പോൾ അതിന് എന്ത് ആധികാരികതയുണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുന്നുണ്ട്. ഇത് ആരാണ് ഈ പറയണതെന്ന് ആലോചിക്കണ്ടേ? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയേണ്ടതെന്ന് ആലോചിക്കണ്ടേ? അത്രയെങ്കിലുമൊക്കെ ചിത്ര ചെയ്യണ്ടേ? ചിത്ര ഒരു ജേർണലിസ്റ്റ് അല്ലേ? അപ്പൊ ഒരു സാധാരണ നമുക്ക് എല്ലാവർക്കും ഓർമ്മ കിട്ടണമെന്നില്ല. പേര് പറയണ്ട. ഇദ്ദേഹം ആരാണെന്ന് അറിയണം. ഇദ്ദേഹം ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വാർട്ടറെങ്കിലും പറയാൻ പറ്റും. ഫുള്ള് പറയാൻ പറ്റില്ല, 100% പറയാൻ പറ്റില്ല. ഒരു 25% ഒരു എഞ്ചിനീയർ ആണെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് അറിയത്തില്ല, പിന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു... സാറ് ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ പറഞ്ഞപ്പോ കേട്ടു. അതിനു മുമ്പ് കേട്ടിട്ടില്ല? ഇല്ല. അപ്പോ ഇതിന്റെ ഈ ഒരു സ്ട്രക്ചറിന്റെ, ഒന്നാമത് എനിക്ക് സമയമല്ല ഇതൊക്കെ നോക്കാൻ, അതാണ് വിഷയം. ഇതിനകത്ത് ഒരു സ്ട്രക്ചറിന്റെ കാര്യം പറയുമ്പോഴേക്കും ഇത് കരിങ്കല്ലിലാണ് കെട്ടിയത്, അപ്പോൾ ഇത് കുറെ നാൾ നിലനിൽക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് സാറ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സാറ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും... ഞാനെന്തിന് ഇവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യണം? വെറുതെ ഇരുന്ന് പറയണ ആൾക്കാരെ, വെറുതെ ഇരുന്ന് തലയിൽ തോന്നുന്നത് പറയുന്നത്. ഇത് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട്. അതിനൊക്കെ ഞാൻ മറുപടി പറയാൻ പോണോ? ആ മനുഷ്യൻ ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ അയാൾ പറയട്ടെ, ഞാൻ ഇന്നതാണ് പഠിച്ചത്, ഞാൻ ഹൈഡ്രോളജിയാണ് പഠിച്ചത്, ഞാൻ സീസ്മോളജിയാണ് പഠിച്ചത്, പറയട്ടെ. എന്നിട്ട് പറയട്ടെ, അപ്പോഴല്ലേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ. വെറുതെ ഇരുന്നുകൊണ്ട് ഇപ്പം ഞാൻ പറയുമ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അപ്പം അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിന് റീച്ച് കൂടും. അത് അവരുടെ ബുദ്ധിയല്ലേ. ചിത്ര അടക്കം കമ്പിളിപ്പിക്കപ്പെട്ടപ്പോൾ, കേരളത്തിലെ ജനങ്ങൾ കമ്പിളിപ്പിക്കപ്പെട്ടപ്പോൾ നിങ്ങളാരായി? അല്ല, കബളിപ്പിക്കപ്പെട്ടു എന്നല്ല, അവരവരുടെ അഭിപ്രായം. ഇപ്പൊ സാറ് പറയുന്ന പോലെ അതിനെക്കാട്ടിലും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലും വേറൊരാൾ പറയുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ പല പല അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. അപ്പൊ നമുക്കിത് ഏത് വിശ്വസിക്കണം എന്നറിയില്ല. ഇതിനകത്ത് എത്രത്തോളം സുരക്ഷിതത്വം നമ്മൾ ഉണ്ട് എന്നുള്ളത് അറിയില്ല. സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പോഴും പേടിയുള്ള കാര്യം തന്നെയാണ്. പൊട്ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിലപ്പോൾ ഒരു മഴ വരുമ്പോഴേക്കും കിടന്നുറങ്ങുന്നത് പോലും. അപ്പോൾ ഇപ്പൊ ഒരു മഴ സമയമാകുമ്പോഴേക്കാണ് ഇതിന്റെ ഒരു ഭീതി കൂടുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണെന്നുള്ളതാണ് അതിനകത്തുള്ള ചോദ്യം. അല്ല, നമ്മൾ ഒരാൾ പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ആഗ്രഹിച്ചത്. എന്താ ആഗ്രഹിച്ചതെന്നറിയോ? മുല്ലപ്പെരിയാർ ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള സുപ്രീം കോടതിയെ വരെ തെറ്റിപ്പിച്ചു. ഇത്ര മോശമെന്ന് വിചാരിക്കേണ്ട, സുപ്രീം കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞിട്ട്. അപ്പം ഈ നാട്ടിലെ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് മലയാളി അങ്ങനെ ആയതുകൊണ്ടാണ്. ഒരു പുതിയൊരു ഡാം വരുന്നതിൽ ആളുകൾ എതിർക്കുന്നതും കാര്യങ്ങളും എന്തായിരിക്കും? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എക്സ്പേർട്സ് ഇത് പരിശോധിച്ചിട്ടില്ല, അതിൻ്റെ റിപ്പോർട്ടും വന്നിട്ടില്ല. പലരുടെയും സുപ്രീം കോടതി വന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള എക്സ്പേർട്സ് വന്ന് ഡാം പരിശോധിക്കണമെന്നാണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ്. അതിനൊരു കാരണമുണ്ട്. റിലയബിലിറ്റി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡാമിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 വർഷമുള്ളൂ. അപ്പോൾ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടാൽ 40 വർഷം കഴിഞ്ഞ ഡാം ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യാൻ അവർ പറയും. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ കേരള സർക്കാർ എന്താ ചെയ്യേണ്ടത്? റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, അതിൻ്റെ ചെലവ് കേരള സർക്കാർ വഹിച്ചു കൊള്ളാം. ഇതല്ലേ സുപ്രീം കോടതി പറയേണ്ടത്? 3 കൊല്ലമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നിട്ട് ഇവർ ഡാം ഉണ്ടാക്കാൻ നടക്കുക.
എത്ര കൊല്ലം കൊണ്ട് ഡാം ഉണ്ടാക്കും? ഇവർക്കെന്താണ് നമ്മുടെ പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ മുമ്പാകെ വന്നു നിന്ന് ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കാനഡയിൽ നിന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അമേരിക്കയിൽ നിന്ന് ഞാൻ സുപ്രീം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. നമ്മുടെ പല ഡാംസ്, ഇടുക്കി ഡാം അടക്കം കനേഡിയൻ എഞ്ചിനീയേഴ്സാണ് പണിതതെന്ന് നമ്മൾ ചേർത്ത് വായിക്കണം. കേരള സർക്കാരിന് എന്താ പ്രശ്നം? സുപ്രീം കോടതിയിൽ വന്ന് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചോട്ടെ, അതിൻ്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെൻറ് ഓഫ് കേരള ബെയർ ചെയ്യും എന്ന് പറയണതിന് എന്താ കേരളത്തിനോട്? നിങ്ങളുടെ ചാനലിലൂടെ കേരള സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് നിങ്ങൾ അതാണ്. നിങ്ങളുടെ ചാനലിലൂടെ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും നിങ്ങളുടെ ലോക്കൽ MLA-യുടെയും MP-യുടെയും അടുത്ത് അവതരിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ്റെ പ്രശ്നമല്ലേ. അവർ വന്ന് പരിശോധിച്ച് കാര്യങ്ങൾ പറയട്ടെ. പിന്നെ അവർ അങ്ങനെ ഒരു അഫിഡവിറ്റ് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ സുപ്രീം കോടതിയിൽ ഇട്ടാൽ മുല്ലപ്പെരിയാർ കേസ് തീർന്നു. എന്തിനാ ഇനി വലിച്ചു നീട്ടണത്? രണ്ട് സർക്കാരുകൾ വന്ന് പറയാണ്, ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് വിരോധം ഉണ്ടാവോ? ഇല്ലല്ലോ. അപ്പോൾ അത്തരം ഒരു അഫിഡവിറ്റ് ഇന്നിട്ടാൽ നാളെ തീരുന്ന കേസാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരിതാപകരം. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാകട്ടെ നിങ്ങളുടെ ഹാഷ്ടാഗ്, ജനങ്ങളുടെയും ഹാഷ്ടാഗ് അതാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും അവരുടെ വീടിൻ്റെ മുമ്പിൽ ഒരു വെള്ളത്തുണി വലിച്ചു കെട്ടിയിട്ടൊന്നൊന്ന് എഴുതി വെക്കട്ടെ. അതിനേക്കാൾ നല്ല ഒരു സമരം വേറെ ഇല്ല. ഇപ്പോൾ പെട്ടെന്നൊരു ഇപ്പം മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ അതൊരു രാത്രിയാണ് ഉണ്ടായത്, ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഉണ്ടായത്. അങ്ങനെ ഒരു രാത്രി പെട്ടെന്നൊരു ദിവസം ഇത് പൊട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ കേൾക്കേണ്ട വരുന്ന ഒരു സമയത്ത് എന്തൊക്കെയായിരിക്കും അതിനോടനുബന്ധിച്ച് നടക്കുക? ഇതെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം സീസ്മിക് സോണിലാണ്, ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ തന്നെ ഒരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, എക്സ്പേർട്സ് പറയുന്നത് ഏറ്റുപറയുന്നതാണ്. കൊടൈക്കനാൽ എപ്പിസെൻ്റർ ഭ്രംശമേഖല എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് 16-18 കിലോമീറ്റർ മാത്രം അകലെയാണ്, വളരെ അടുത്താണെന്ന് ചുരുക്കം. മുല്ലപ്പെരിയാർ ഡാം സെൻറ്റർ ചെയ്തുകൊണ്ട് 200 കിലോമീറ്റർ റേഡിയസിൽ 22 എപ്പിസെൻറ്റേഴ്സ് ഉണ്ട്. പോരെ, ഭയപ്പെടാൻ ഇത് പോരെ. ഞാൻ ആലുവയിൽ ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളാണ്. ഭയപ്പെടാൻ ഇതാണ് നമ്മുടെ ഭയം മാറ്റേണ്ട അധികാരം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഭരണഘടന അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭയം മാറ്റണം. ഒരു സിറ്റിസണ് ഭീതി കൂടാതെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം അവൻ്റെ ഒരു വലിയ മൗലിക അവകാശമാണ്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഞാൻ സുപ്രീം കോടതിയിലും പുറത്തുമൊക്കെ സംസാരിക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളായിരിക്കും അതിനോടനുബന്ധിച്ച് ഇല്ലാതാവുന്നത്? അത് ആർക്ക് പറയാൻ പറ്റും? ഇപ്പോൾ 1924 99 വെള്ളപ്പൊക്കം എന്ന് പറയില്ലേ, ആ വെള്ളപ്പൊക്കമുള്ളൂ, അതിൽ ഡാം കയറുന്നതൊന്നുമല്ല. ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരു മല അപ്രത്യക്ഷമായി, അത് ചരിത്രം. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നു വന്നാൽ ഏത് മലയൊക്കെ അപ്രത്യക്ഷമാവും, എവിടേക്കൊക്കെ പോകും എന്ന് ആർക്ക് പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റത്തില്ല. അതായത് അതിൻ്റെ മാർഗത്തിൽ ഒരു മല വന്ന് വീണാൽ ഡൈവേർട്ട് ചെയ്തു പോകും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ 14ഓളം ഡാംസ് ഉണ്ട്, പല സ്ഥലത്തായിട്ട് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ. ഡയറക്റ്റ് ലൈനിൽ 3-4 ഡാംസ് ഉണ്ട്. ഈ ഡയറക്റ്റ് ലൈനിൽ തന്നെ വരണമെന്നില്ല, മനസ്സിലായോ? എങ്ങോട്ട് വേണമെങ്കിലും ഡാം പൊട്ടി ഒഴുകാം. അപ്പോൾ ഇത് മീനച്ചിലാറ്റിൽ വരാം, പമ്പയിൽ വരാം, അഴുതയിൽ വരാം, പിന്നെ ഒരു ചെറിയ റിവറുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു, പെരിയാറിൽ വരാം, അല്ലെങ്കിൽ പുതിയ നദി ഉണ്ടാകാം. മനസ്സിലായോ? ഇതെല്ലാം മാറിയിട്ട് പ്രകൃതി തീരുമാനിക്കുകയാണ് ഈ നദിയൊന്നും വേണ്ട, വേറൊരു ദിശയിൽ പോകട്ടെ എന്ന് വിചാരിച്ചാൽ പുതിയ നദി ഉണ്ടാവാം. അപ്പോൾ ഈ എനോർമസ് എനർജിയാണ് ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ തകർന്നു വന്നാൽ ഒരു കല്ല് ജോയിൻ ചെയ്താൽ എനർജി മൾട്ടിപ്ലൈ ചെയ്യും. അത് മോളിൽ നിന്ന് ഒഴുകുമൊന്നുമല്ല, വീഴാണ്. മോളിൽ ആളുകൾ വിചാരിക്കണം ഒഴുകുവാനൊന്നും, ഇത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ പല വിദഗ്ധരും പറയുന്നത്
ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണെന്നാണ്. അത് നമ്മുടെ എൻ്റെയും ചിത്രയുടെ ഒന്നും തലച്ചോറിൽ നിൽക്കില്ല. ആ ഡിസ്ട്രക്റ്റീവ് പവർ ബിയോണ്ട് അവർ ഇമാജിനേഷൻ അതാണ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക എന്ന് നിരന്തരമായി സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും നിരന്തരമായി ആവശ്യപ്പെടണം. എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കണം. ഈ ഒരു 2013 ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരു വാർണിംഗും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു വാർണിംഗ് ഉണ്ടായിട്ട് പോലും ഇതിനെക്കുറിച്ച് ഒരു കൂടുതൽ അതിന് അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിനോടനുബന്ധിച്ച് നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സാറിന്റെ അഭിപ്രായം? അഴിമതിയല്ലേ. ക്വാറി നടത്തുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ അവരുടെ ബിനാമികളോ ആണ്. ക്വാറി എന്ന് പറഞ്ഞ ബ്ലാക്ക് ഗോൾഡാണ്. അത് എനിക്കും ചിത്രയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അത് ഖനനം ചെയ്യുവാണെങ്കിൽ, ഖനനം ചെയ്യുന്നത് മഹാ അപരാധം. ഖനനം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രൊസീഡ്സ് ഗവൺമെൻറ്റിലേക്ക്, ഖജനാവിലേക്ക് വരണം. മനസ്സിലായോ? നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ കേരളം ചില ആളുകൾ കുഴിച്ചെടുത്തുകൊണ്ട് പോകുന്നു. എന്ത് നീതിയായി നാട്ടിൽ നടക്കുന്നത്? അതിൻ്റെ ഒരു 4/1 സ്വത്ത് ഖജനാവിലേക്ക് വരുവാണെങ്കിൽ ഈ കേരളം എത്ര സമ്പന്നാവും? ഞാൻ പറയണ ഇവിടെ കുഴിക്കേണ്ട, തമിഴ്നാട്ടിൽ പോയി കുഴിക്കുക, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലമുള്ളിടത്തൊക്കെ പോയി കുഴിക്കുക. നമ്മൾ പച്ചക്കറി അവിടെ നിന്നല്ലേ മേടിക്കണേ. പഴം മേടിക്കുന്നത് അവിടെ, ഇറച്ചി, മീൻ, മുട്ട, പാല്, സകലതും മേടിക്കണം അവിടെ നിന്ന്. പിന്നെ കല്ല് മേടിച്ചാൽ എന്താ കുഴപ്പം? ഇപ്പോൾ ഇന്ന് ഒരു തുംഗഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാമിന്റെ ഒരു ഷട്ടർ, അതായത് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് ഒരു വലിയ ദുരന്തങ്ങളുടെ ഒരു മുന്നോടിയായിട്ടായിരുന്നു. ഈ മുണ്ടക്കൈ ദുരന്തം തൊട്ടിട്ട് ഇനി അങ്ങോട്ട് ദുരന്തങ്ങളുടെ ആ ഒരു ഘോഷയാത്ര വേണമെങ്കിൽ ആവാം. അത് പേടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതോണി ഡാമിന്റെ ഷട്ടർ ആദ്യമായിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ തുറന്നവനും വിറച്ചു, കണ്ടു നിന്നവനും പേടിച്ചു. മനസ്സിലായോ? ഷട്ടർ അതാ ഞാൻ പറയണേ. ഈ ഷട്ടറൊക്കെ എത്ര നാൾ നമുക്ക് റിലേ ചെയ്യാം എന്ന് പറയേണ്ട സയന്റിസ്റ്റുകളെ കൊണ്ടുവന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം എന്ന് പറയുന്നത് അതാണ്. ഡാമിനൊരു വളവുണ്ട് എന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ? അതും എക്സ്പേർട്സ് പറഞ്ഞതാണ്. സാറ് നോക്ക്, ഈ ഡാം കോൺക്രീറ്റ് ക്യാപ്പിംഗ് നടത്തി. കോൺക്രീറ്റ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ മുകളിൽ 1.5 മീറ്റർ കനത്തിന് ത്രൂ ഔട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന ഏർപ്പാടാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടുക. ഭാരം കൂട്ടുമ്പോൾ മറിഞ്ഞു പോകാനുള്ള സാധ്യത കുറയും. അത് സയൻസാണ്. പക്ഷേ ഇത് പൊള്ളയല്ലേ. സുർക്കി മുഴുവനും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിച്ചു പോയി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. ഈ എംബോർഡ് കമ്മിറ്റിയുടെ അണ്ടറിലുള്ള ഒരു സബ് കമ്മിറ്റിയിലുള്ള ഒരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ലോറി കയറ്റി നിർത്താം അതിൻ്റെ ഉള്ളിൽ. അത്ര വലിയ പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി മുകളിൽ വെയിറ്റ് കൊടുത്തപ്പോൾ ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞ് വളഞ്ഞ് ഇതുപോലെയായി എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. വളവുകൾ ഇല്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ സാർ ഇതിനെ എത്രത്തോളം ഇതിനെപ്പറ്റി സംസാരിക്കാൻ നോക്കിയാലും ഒരുപാട് ആളുകൾ ഇതിനെ ചവിട്ടി താഴ്ത്താനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ സാർ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു പ്രമോഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തം ഒരു പ്രമോഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്, ഈ ഒരു മുല്ലപ്പെരിയാറിന്റെ സമയമാകുമ്പോൾ സാർ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ പറയാറുണ്ട്. അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രൊമോഷന് വേണ്ടിയാണ്. എന്താ പ്രൊമോട്ട് ചെയ്യണേ? ഞാൻ ജീവൻ, ഈ നാട്ടിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരുടെ ജീവൻ, കുഞ്ഞുമക്കളുടെ ജീവൻ, മാതാപിതാക്കളുടെ ജീവൻ, അതിനു വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് എൻ്റെ പ്രൊമോഷൻ. ഇവരുടെ പ്രൊമോഷൻ എന്താണ്? ചാനലിൻ്റെ പ്രൊമോഷൻ. എനിക്കെതിരെ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായ? ഇതിലെ നീതി ഏതാണ് അനീതി ഏതാണെന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ വിറളി പൂണ്ട കുറേ ആൾക്കാർ പിന്നെ ചാനൽ ഇത് എതിര് പറഞ്ഞാൽ ജനം ശ്രദ്ധിക്കുമല്ലോ. ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇതിനെ എതിര് ചെയ്താൽ ജനം ശ്രദ്ധിക്കും. ചാനലിന് റീച്ച് കൂടും, എനിക്ക് പണം കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഈ പണമൊന്നും ശാശ്വതമല്ല ചിത്ര. ഈ ജനങ്ങളുടെ ജീവൻ വെച്ച് അവൻ്റെയൊക്കെ ചാനലിന് സബ്സ്ക്രിപ്ഷനും എന്താ വേറൊരു വാക്ക് പറയുമല്ലോ, റീച്ചും കൂട്ടാൻ ശ്രമിച്ചാലുണ്ടല്ലോ അവൻ്റെ വീട്ടിലിരുന്ന് ഈ പണം നിലവിളിക്കും. ഇത് 3.5 കോടി ജനങ്ങളുടെ ജീവനാണ്.
അത് നിലവിളിക്കുമ്പോൾ അവന് മനസ്സിലാവും. ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ സാറ് ഞാൻ ഒരു വീഡിയോ സാറിന്റെ കണ്ടതാണ് കക്കി ഡാമിന്റെ കുറിച്ച് പറയുന്നത്. ആ ഒരു ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ അതാണ് ഇതിന്റെ സൊല്യൂഷൻ. അതായത് അതാണ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. നമുക്ക് ഈ കേരള സർക്കാരിന്റെ ഡാം നോക്കിയിരിക്കാൻ ഒരു 15 വർഷം കളയാനില്ല. പിന്നെ ടണൽ പണിയാനുള്ള നേരമൊന്നും നമുക്കില്ല. അത് അൺസയൻറ്റിഫിക് ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇത് നീണ്ടുപോകും. ഇതിനൊന്നും നമുക്ക് നേരമില്ല. നമുക്ക് ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? തമിഴ്നാടിന് വെള്ളമല്ലേ വേണ്ടത്, ഇലക്ട്രിസിറ്റിയും വേണം. ഇലക്ട്രിസിറ്റി ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ട. കാരണം എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. അപ്പം നമ്മൾ സമ്മതിച്ചു കൊടുത്തേക്കാന്ന് ഇലക്ട്രിസിറ്റി അവരെടുത്തോ വെള്ളം എടുത്തോ. ഇതിൽ തന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? അതിൻ്റെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഡാമാണ് കക്കി ഡാം. അതിൽ പമ്പയിലെ വാട്ടറാണ്. പമ്പ എന്ന് വെച്ചാൽ തമിഴരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമിയുടെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടതാണ് പമ്പ. ആ വെള്ളം കിട്ടാന്ന് വെച്ചാൽ അതല്ലേ അവർക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട്. ആ ഒരു അവസ്ഥയിൽ തമിഴ്നാടിന് ആ വെള്ളം കിട്ടുവാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും, ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും പറ്റും. ഇതിന് എത്ര ചിലവ് വരും? 52 കിലോമീറ്റർ പൈപ്പ് വലിക്കണം. അതായത് കക്കി ഡാമിൽ നിന്ന് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പുകൾ 3-4 ഉണ്ട്. ആ പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും ഈ 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ. അതിന് എത്ര നാളെടുക്കും? ഒരു 3 മാസം മാക്സിമം. ഒരു എമർജൻസി എന്നുള്ള രീതിയിൽ 2 സർക്കാരുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ 1 മാസം കൊണ്ട് തീർക്കാം. ചിലവ് എത്ര വരും? ഒരു ഡാം ഉണ്ടാക്കണതിന് 2000-3000 തൊട്ട്, അതൊക്കെ പണ്ടത്തെ കണക്കാണ്. ഇപ്പോൾ എത്രയാവോ? 5000-10,000 ഒക്കെ ആയിരിക്കും, കോടി രൂപ. ഇതൊരു 100 കോടിയിൽ താഴെ ചിലവിലത് തീർക്കാം. ചെയ്യൂല. ഇത് എന്താണെന്നറിയോ? മുല്ലപ്പെരിയാർ ഡാം എന്ന് വെച്ചാൽ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് രാഷ്ട്രീയക്കാർക്ക്. അതുകൊണ്ട് അവർ ചെയ്യുമോ? എനിക്ക് തോന്നണില്ല അവരത് ചെയ്യുന്നു. അതാണ് മാർഗം. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം. ഈ നാടിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ, ഈ നാടിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവരവരുടെ പാർട്ടിയിലും അവരുടെ അധികാര സ്ഥാനങ്ങളിലും പറയേണ്ടത് ഇതാണ്. ഇപ്പോൾ കേരളം ഇതിനകത്ത് നിസ്സഹായരാണോ അതോ അതിൻ്റെ ഇടയിൽ ഒരു അഴിമതി നടക്കുന്നുണ്ടോ? ജനങ്ങൾ നിസ്സഹായരാണ്. അഴിമതി നടക്കണ്ടോ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ചിത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞു. അല്ല, അത് ചിത്രയുടെ മനസ്സിലേക്ക് വന്നത് എന്താണ്? ഉണ്ടാകാം, ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ്. അത് കൺഫേം ചെയ്യാനാണ് എന്നോട് ചോദിച്ചത്. ചിത്രയുടെ ധാരണ ചിലപ്പോൾ ശരിയായിരിക്കും. ഇത് ഒരുപാട് ആളുകൾക്കുള്ള ധാരണയാണെന്ന് വേണമെങ്കിൽ അല്ല, ഒരുപാട് ആളുകളുടെ ധാരണ ചിലപ്പോൾ ശരിയായിരിക്കും. ഇതിന് ഒരു സൊല്യൂഷൻ ഇപ്പൊ ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇതിനെതിരെ, അല്ല തമിഴ്നാട്ടിലുള്ള മലയാളികൾ എന്താ പറയാ, ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു യുദ്ധം കാരണം. അല്ലെങ്കിൽ ഇതിനകത്തൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു സുരക്ഷിതത്വം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒരു കക്കി ഡാമിന്റെ കാര്യം മാത്രമേ ഒരു സൊല്യൂഷൻ ആയിട്ട് പോരെ. ഇനിയിപ്പോ അത് പറ്റൂല്ലെങ്കിൽ കുറച്ചുകൂടെ ചെലവ് കൂടിയ മാർഗങ്ങളുണ്ട്. അതായത് ഇടുക്കിയിൽ നിന്ന് കൊടുക്കാം, കുറച്ചുകൂടെ ചെലവ് കൂടും. ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാം. ഇടുക്കി ഡാം എന്തിനാണ്? ഈ മുല്ലപ്പെരിയാർ ഡാം കെട്ടിയത് കൊണ്ട് ഇടുക്കിയുടെ ഉൽപാദനക്ഷമതയുടെ 4/1 പോലും ഇലക്ട്രിസിറ്റി അവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ പണം മുഴുവനും കൊടുത്ത്, കോടികൾ കൊടുത്ത്, ഞാൻ 5000 കോടി എന്നുള്ളൊരു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കണക്ക് പറഞ്ഞ ഞാൻ ഇരുന്നത്. ഇപ്പോൾ ആളുകൾ പറയുന്നത് സാറേ അത് പഴയ കണക്കാണ്. 13,000 കോടി രൂപയുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നാഷണൽ ഗ്രിഡിൽ നിന്നും പുറത്തുനിന്നൊക്കെ ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്. അപ്പം ഈ ഒരു ചോദ്യം പെട്ടെന്ന് വിട്ടുപോയി. എന്താ ചോദ്യം? തമിഴ്നാട്ടിലുള്ള മലയാളികൾ സഫർ ചെയ്യുന്നത്. അപ്പം അതല്ല ചോദ്യം. ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇത് മാത്രമാണോ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. ഈ വെള്ളം കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി പ്രവർത്തനക്ഷമമാവും. അത്രയൊക്കെ നമ്മൾ ഇവിടെ സഹിക്കുന്നുണ്ടല്ലോ. അപ്പം തമിഴ് ജനതയ്ക്ക് എന്താണ് പ്രശ്നം? തമിഴ് ജനതയ്ക്ക് വെള്ളം കിട്ടണം, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കണം. അതിന് വേറെ മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ്. ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാം, ചെലവ് കൂടുന്നുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ്. അപ്പം ഇടുക്കി ഡാം അതിൻ്റെ പ്രവർത്തനക്ഷമതയുടെ 4/1 പോലും പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ, വെള്ളമില്ലാത്ത കാരണം. അപ്പോൾ അങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ട് ഇരിക്കുന്ന ഒരു ഡാമാണല്ലോ വെള്ളം. അതിൽ ഇനി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കണം. ഇലക്ട്രിസിറ്റിക്ക് ഇത് മതി, സൗരോർജ്ജം മതി. സൗരോർജ്ജം ഉപയോഗിച്ച് ഇവിടെ ഒരു എയർപോർട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈ 13,000 കോടി രൂപ ലാഭം
ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ മാറ്റി നിയമിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചു വിട്ടാൽ കോടികളുടെ ലാഭം. ആ ലാഭം ഉപയോഗിച്ച് എല്ലാ വീടുകളിലും സർക്കാരിന് സൗരോർജ്ജ പ്ലാന്റുകൾ അവരുടെ വീട്ടുകാരോടൊന്നും പൈസ വാങ്ങണ്ട, സർക്കാരിന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ എനർജി മുഴുവനും പാഴായി പോവല്ലേ. യൂറോപ്പിൽ ജർമ്മനിയിലും ഒക്കെ ചെയ്യുന്നത്, അവിടെ ഞാൻ വിൻ്ററിൽ പോയിരുന്നപ്പോൾ ഇത്രയും സൂര്യപ്രകാശം ഇല്ല. നമ്മൾ 6 മണിക്ക് പുലർച്ചെ 6 മണിക്ക് കാണുന്ന ഒരു വെയിൽ വിൻ്ററിലുള്ളൂ. അത് ഉച്ചയാകുമ്പോൾ പിന്നെ ഇരുട്ടായി. ആ സമയത്ത് അവർ ഫോട്ടോ വോൾട്ടൈക് എന്ന ടെക്നോളജി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് അവരുടെ കാര്യം നേടുന്നു. വീടുകളിലൊക്കെ സൗരോർജ്ജ പാനൽ ഉപയോഗിച്ചാണ് മെജോറിറ്റി വീടുകളിലും അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം നടക്കുന്നത്. ഇവിടെ ഇത്രയും വെയിലുണ്ടായിട്ട് അത് പാഴാക്കി കളയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ഡാം ഉണ്ടാക്കിയാൽ 2000-3000 കോടി, ഒരു സൗരോർജ്ജ പാനൽ ഉണ്ടാക്കിയ ആ രാഷ്ട്രീയക്കാർക്ക് എന്ത് കിട്ടും? എന്ത് ചെയ്താലും എനക്ക് എന്ത് കിട്ടും? ഇതാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഭരണം. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പോയി ക്യൂ നിന്ന് വെയിലത്ത് നിന്ന് വോട്ട് ചെയ്ത് നമ്മുടെ തലേന്ന് രാഷ്ട്രീയം ഇറക്കി വെക്കണം. തമിഴ്നാട്ടിലെ ജനങ്ങളെ പോലെ. തമിഴ്നാട്ടിലെ ജനത്തിന് രാഷ്ട്രീയമില്ല. അവർക്ക് ആ നാടിന് കാലാകാലങ്ങളിൽ എന്താണോ വേണ്ടത് അവരെ തിരഞ്ഞെടുക്കും, അത്രയേ ഉള്ളൂ. അത് സിനിമാ നടനാണെങ്കിൽ സിനിമാ നടനം തിരഞ്ഞെടുക്കും, DMK ആണെങ്കിൽ DMKയെ തിരഞ്ഞെടുക്കും. തമിഴ് ജനതയ്ക്ക് രാഷ്ട്രീയമില്ല. ഇത് തന്നെയാണ് അമേരിക്കൻ ജനതയ്ക്കും. പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് വന്ന് പറയും 5 വർഷം ഞാൻ എന്ത് ചെയ്യും, അത് കേട്ടിട്ട് അമേരിക്കൻ ജനത തീരുമാനിക്കും. ഇംഗ്ലണ്ടിലും അത് തന്നെ. ഈ ബോധമില്ലാത്ത ഈ നാട്ടിലെ ജനങ്ങൾ ഈ രാഷ്ട്രീയം എവിടെ നിന്നാണ് കിട്ടണമെന്നറിയോ? കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പഠിക്കാൻ വിടണമാണ് മാതാപിതാക്കൾ. എന്നിട്ട് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ഇവൻ്റെ തലച്ചോറിലേക്ക് ഇങ്ങനെ തള്ളിക്കയറ്റി വയ്ക്കുകയാണ്. കോവിഡ് വാക്സിൻ ഇഞ്ചക്ട് ചെയ്ത പോലെ തള്ളിക്കയറ്റി വയ്ക്കുകയാണ്. ആ ഒരു വൈറസ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ നാട് രക്ഷപ്പെടില്ല. നാട് രക്ഷപ്പെടണമെങ്കിൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന വൈറസ് ഇവൻ്റെ തലച്ചോറിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അവൻ ഫ്രീ ആവും, അവനൊരു ഫ്രീ തിങ്കറാവും. അവൻ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത് അവന് ചിന്തയൊന്നുമില്ല. എൻ്റെ പാർട്ടി എന്തു പറയുന്നോ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും. ജനങ്ങളോട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എനിക്കറിയാം എന്താ പറയാനുള്ളത്. എനിക്ക് രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ രാഷ്ട്രീയം പറഞ്ഞെന്നേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് രക്ഷപ്പെടണം. അതിന് ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് വേണം. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് കിട്ടാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ എൻ്റെ കേസിനെ സുപ്രീം കോടതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, ഈ ചാനലിൻ്റെ പ്രേക്ഷകർ ചെയ്യേണ്ടത്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക എന്ന ഹാഷ്ടാഗിലൂടെ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് പ്രചരിപ്പിക്കുക. എല്ലാ മീഡിയയും ഉപയോഗിക്കണം, ട്വിറ്ററും ഇൻസ്റ്റയും എല്ലാം പ്രചരിപ്പിക്കുക. അതൊന്ന്. രണ്ടാമത്തത്, ഒരു ബാനർ വലിച്ചിട്ട് സ്വന്തം വീടിൻ്റെ മുമ്പിലോ ആളുകൾ കൂടുന്ന സ്ഥലത്തോ ഇത്രമാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ അതിന് വലിയ ചിലവൊന്നും വരത്തില്ല. കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക. അതൊരു തരംഗമായി വന്നാൽ ലോകം ശ്രദ്ധിക്കും, ലോക നേതാക്കൾ ശ്രദ്ധിക്കും, ഇതിനൊരു തീരുമാനമുണ്ടാവും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ലോക പ്ലാറ്റ്ഫോം, ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം change.org, അതിൽ ഞാനൊരു പെറ്റീഷൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ 4 കോടിയോളം ജനങ്ങളുണ്ട്. അതിലൊരു 1/2 കോടി ഞാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. 1/2 കോടി ഇതിനെ സപ്പോർട്ട് ചെയ്താൽ, അതായത് ഈ പെറ്റീഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് സൈൻ ചെയ്യാം. 5 പൈസ മുടക്കില്ല. ആ പ്ലാറ്റ്ഫോം ചിലപ്പോൾ ഡൊണേഷൻ ചോദിച്ചാൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഒപ്പിട്ടാൽ നാട് മാറും. ഇപ്പോൾ ഏതാണ്ട് ഒരു 19 ലക്ഷം ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരള ഗവർണർ വരെ അതിൽ ഒപ്പിട്ടിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കാൻ പറ്റും എൻ്റെ അത്. അപ്പോൾ നിങ്ങളുടെ ഈ ചാനൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക. ഈ ഒപ്പ് മാക്സിമം ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അതിൽ ഷെയറിങ് ഓപ്ഷൻ ഉണ്ട്. ഒരാൾ ഒപ്പിട്ടാൽ അത് ഷെയർ ചെയ്ത് വേറൊരാൾക്ക് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒപ്പിടാം. അപ്പോൾ അതിൻ്റെ QR കോഡും ലിങ്കും ഈ ഒരു വീഡിയോടൊപ്പം നിങ്ങൾ കൊടുക്കണം. അത് ഒന്ന് സർക്കുലേറ്റ് ചെയ്യാൻ ജനങ്ങളോട് ആവശ്യപ്പെടണം. അതൊരു വലിയ സേവനമായിരിക്കും. ഇനി എന്നെ കേൾക്കുന്ന ആൾക്കാർ
ജസ്റ്റ് മൊബൈലിൽ നിന്ന് എടുത്ത് ചേഞ്ച് എന്ന് അടിക്കുക. അപ്പോൾ പെറ്റീഷൻ വരാം. ഇനി വന്നില്ലെങ്കിൽ change.org എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെയായാലും ഉറപ്പായിട്ടും പെറ്റീഷൻ വരും. ഇനി അതും വന്നില്ലെങ്കിൽ നെറ്റിൽ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ ഈ പെറ്റീഷൻ വരും. അത് നിങ്ങൾ ഒപ്പിടുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നിങ്ങൾ കാണുന്ന എല്ലാവരോടും. ഞാൻ വിയന്നയിൽ പോയപ്പോൾ അവിടുത്തെ സായിപ്പന്മാർ വരെ ഒപ്പിട്ടു. ഇറ്റ്സ് ആൻ എൻവയറമെൻ്റൽ ഇഷ്യൂ, വി ആർ റെഡി എന്ന് പറഞ്ഞിട്ട് ആവേശത്തോടെ സായിപ്പന്മാർ ഒപ്പിട്ടു. അപ്പോൾ എല്ലാ രാജ്യക്കാരും അത് ഒപ്പിടുന്നുണ്ട്. അപ്പോൾ മലയാളികൾ ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ ഒപ്പിടുമെന്ന് അർത്ഥം. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് മലയാളികൾ തന്നെ മുന്നിട്ടിറങ്ങണം. ലോകത്തുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ അയാൾ കറുത്ത വർഗ്ഗക്കാരനായാലും സായിപ്പായാലും വെളുത്ത വർഗ്ഗക്കാരനായാലും ആരായാലും അയാളോട് പറയാം എന്തുമാത്രം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നറിയോ. അപ്പോൾ അതൊരു മിഷനായിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.